വയനാട്ടിൽ LDFിന്റെയും UDFിന്റെയും ഹർത്താൽ തുടങ്ങി. ലക്കിടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയാണ്. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദീപക് മോഹൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? LDFും UDFും വെവ്വേറെയായിട്ടാണ് ഹർത്താൽ നടത്തുന്നത്. എവിടെയൊക്കെയാണ് വാഹനങ്ങൾ തടയുന്നത്? കടകളൊക്കെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഹോട്ടലും റിസോർട്ടും ഒക്കെ ഇന്നിപ്പോൾ ഈ ഹർത്താലിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടിൽ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് ഈ കേന്ദ്രത്തിന്റെ അവഗണനയെ തുടർന്നാണ് LDFും UDFും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വയനാട്ടിൽ മിക്കയിടങ്ങളിലും കടകൾ അടഞ്ഞു കിടക്കുകയാണ്, പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ വൈത്തിരി ലക്കിടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. നീണ്ട നിരയിൽ വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. മാത്രമല്ല ഈ വയനാട്ടിൽ മാനന്തവാടി അതുപോലെ തന്നെ കാട്ടിക്കുളം തുടങ്ങിയ ഭാഗത്തും രാവിലെ ഹർത്താൽ ആഹ്വാനം ചെയ്ത ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മാത്രമല്ല മിക്കയിടങ്ങളിലും പോലീസിൻ്റെ വലിയ സുരക്ഷയുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര ധനസഹായം അനുവദിക്കാത്തതിനെതിരെയും ഒപ്പം ഈ അവഗണനയ്ക്കുമെതിരെയുമാണ് ഈ LDF UDF സംയുക്തമായി ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവശ്യ സർവീസുകളെ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പത്രം, പാൽ അതുപോലെ തന്നെ ആശുപത്രി സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ലെവൽ 3 അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ ധനസഹായം ഈ ദുരന്ത ബാധിതർക്ക് ലഭിക്കും. അതിനുള്ള സമ്മർദ്ദം നേരത്തെ കേരളം എടുത്തിരുന്നു. പക്ഷേ കേന്ദ്രം അതിനെതിരെ ഒരു അവഗണനയാണ് നടത്തിയത്. മാത്രമല്ല ദുരന്തബാധിതർ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്നു. ഇതിനെതിരെ വലിയ ഒരു പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്കെല്ലാം വലിയ അതൃപ്തിയുണ്ട്. കാരണം ദുരന്തബാധിതരുടെ ജീവിതം ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടകൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല KSRTC ബസ്സുകൾ ഓടുന്നില്ല, മറ്റ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഇപ്പോൾ നിലവിൽ ഹർത്താൽ പൂർണ്ണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലയിൽ വലിയ തോതിൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വൈത്തിരിയിലാണ് വയനാട്ടിലേക്ക് കയറി വരുന്ന, അതായത് വയനാടിൻ്റെ കവാടമായ വൈത്തിരി ലക്കിടിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് കൊണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. അരുൺകുമാർ, ഓക്കെ, ഹർത്താൽ പുരോഗമിക്കുകയാണ്. LDFിന്റെയും UDFിന്റെയും ഹർത്താലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലിനോട് സഹകരിക്കുന്നുണ്ടോ ദീപക്? നിലവിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഈ ഹർത്താലിനോട് അനുകൂലമായ നിലപാടാണുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നേരത്തെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള സഹായം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. LDFും UDFും ഒരുപോലെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ലെവൽ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഈ ദുരന്തം കേന്ദ്രം ലെവൽ 3 ആയി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ സഹായങ്ങളും അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള സഹായങ്ങളും ഇടപെടലുകളൊക്കെ നടത്താൻ എളുപ്പമായിരിക്കും. മറ്റ് ജനപ്രതിനിധികൾക്കടക്കം അവരുടെ ഫണ്ടുകൾ ഈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഈ L3 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിലപാട് കേന്ദ്രം എടുത്തതിനെതിരെയാണ് ഇന്ന് വലിയൊരു പ്രതിഷേധവുമായി LDFും UDFും ചേർന്ന് വയനാട്ടിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കൽപ്പറ്റയിൽ 10 മണിയോടുകൂടി LDFിൻ്റെ റാലി നടക്കുന്നുണ്ട്. അതിനുശേഷം കൽപ്പറ്റയിൽ തന്നെ UDFിൻ്റെ നേതൃത്വത്തിലും ഈ ഹർത്താലനുകൂലികൾ റാലി നടത്തുന്നുണ്ട്. അരുൺ, നിലവിൽ ദീപക്, അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് റിസോർട്ടിൽ പോകാനോ ഹോട്ടലിൽ പോകാനോ മറ്റു തടസ്സമൊന്നുമില്ലല്ലോ അല്ലേ സ്വകാര്യ വാഹനങ്ങളിൽ? ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്താറ്. പക്ഷേ ഇന്നിപ്പോൾ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ മിക്ക റിസോർട്ടുകളും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഗസ്റ്റുകൾ, അതായത് പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികളെ എടുക്കുന്നില്ല. പക്ഷേ വിനോദസഞ്ചാര മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖല ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഹർത്താൽ വലിയ തോതിൽ തന്നെ ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വയനാടിനെ ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരന്തബാധിതരായ ആളുകളാണ് ഇത്തരത്തിൽ ദുരിതത്തിലായിരിക്കുന്നത്. അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിലപാടെടുത്തില്ല. മാത്രമല്ല നേരത്തെ നമുക്കറിയാം കേന്ദ്രം ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിൽ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് കടന്നു. പക്ഷേ ഇപ്പോഴും ഈ ദുരന്തബാധിതർ വാടക വീടുകളിലാണ്. അടിയന്തര ധനസഹായം ലഭിക്കാത്ത ആളുകളുണ്ട്. ഒപ്പം 3 മാസത്തേക്ക് പ്രഖ്യാപിച്ച ദിവസവേതനം ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രം L3 കാറ്റഗറിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ ധനസഹായവും ഒപ്പം ദുരന്ത ബാധിതരുടെ ജീവിതം എളുപ്പത്തിൽ പുനരധിവസിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇന്ന് സാധാരണ നമ്മൾ കൽപ്പറ്റയിലൊക്കെ കടകളുണ്ടാവും, ഇന്ന് കൽപ്പറ്റയിൽ കടകളില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന്, നമ്മുടെ ക്യാമറമാനൊക്കെ വയനാട്ടുകാരനല്ല, അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഒരു കടകളും ചായക്കടകളും ഒന്നും തുറന്നിട്ടില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി, ഈ മൈസൂറിലേക്കൊക്കെ പോകുന്ന, വയനാട് വഴി പോകുന്ന ബസ്സുകൾക്കും ഈ ഹർത്താൽ ബാധകമാണോ? നിലവിൽ സാധാരണ രാവിലെയൊക്കെ മുത്തങ്ങ വഴിയും അതുപോലെ തന്നെ കൂർഗ് വഴിയും എല്ലാം നിരവധി അന്തർ സംസ്ഥാന ബസ്സുകളൊപ്പം വിനോദസഞ്ചാരികളൊക്കെ ആയി പോകുന്ന ബസ്സുകളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇത്ര നേരമായിട്ടും ഒരു ബസ് പോലും ഈ വഴി കടന്നു പോയിട്ടില്ല. മാത്രമല്ല ശബരിമല തീർത്ഥാടകർ, കർണാടകയിൽ നിന്നൊക്കെ നിരവധി ശബരിമല തീർത്ഥാടകർ ഈ വഴിയാണ്, വയനാട് വഴിയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും തന്നെ ജനങ്ങളോടല്ലോ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനോടാണല്ലോ. കേന്ദ്ര സർക്കാർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, വയനാട്ടിലെ പ്രത്യേകിച്ച് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതരായ 3 വാർഡുകളിലെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു വലിയ തുക നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം 900 കോടിയൊക്കെ വേണ്ടിവരും. സർക്കാർ കണക്ക് പ്രകാരം 1202 കോടിയാണ്. അത് കൊടുത്തിരിക്കുമ്പോൾ ഈ മെമ്മോറാണ്ടവും എസ്റ്റിമേറ്റും ഒക്കെ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്രം അതിന് മറുപടിയായി നിത്യാനന്ദറായി കൊടുത്ത കത്തിൽ പറയുന്നത് സംസ്ഥാനത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ പണം കിടപ്പുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ആ പണം ചൂരൽമല മുണ്ടക്കയിലേക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. സംസ്ഥാനത്തിന് സംഭവിക്കാൻ പോകുന്ന എല്ലാ ഈ പറയുന്ന ദുരന്തങ്ങൾക്കും ഉപയോഗിക്കേണ്ട പണമാണ്. അത് നമുക്ക് ചൂരൽമല മുണ്ടക്കയിൽ പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ദുരിതാശ്വാസത്തിന് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കേണ്ട പണമാണ്. ആ പണം എടുത്ത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അതിൽ നമുക്കൊരു 388 കോടി രൂപ അല്ലെങ്കിൽ 257 കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈക്കുള്ള സ്പെഷ്യൽ പാക്കേജ് തരാതിരിക്കുന്നത് അന്യായമാണ്. പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിച്ചതാണ് കേരളത്തെ എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ഇതുവരെയും പണം അനുവദിച്ചിട്ടില്ല. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി കേന്ദ്രം അതിനൊരു തീരുമാനമെടുക്കും. ശക്തമായ പ്രതിഷേധമാണ് LDF-ന്റെയും UDF-ന്റെയും.